ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ പെൻഷൻ്റെ എമൗണ്ട് 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു പെൻഷൻ ഇപ്പോൾ തന്നെ 63 ലക്ഷത്തോളം ആൾക്കാർ വാങ്ങുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ അത്രയ്ക്കും അർഹത നോക്കിയിട്ട് മാത്രമാണ് അവർക്ക് ഇനി പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഒരുപാട് അനർഹരായിട്ട് ആൾക്കാർ ഇപ്പോഴും പെൻഷനും കൈപ്പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടെത്തിയിട്ട് അവിടെ പുറത്താക്കിയിട്ട് അർഹത ഉള്ളവർക്ക് മാത്രമായിട്ട് ഈ ഒരു പെൻഷൻ്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്കോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കിനി തൊട്ട് ഈ ഒരു പെൻഷൻ്റെ പണം കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നോക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണ്ണമാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണ്ണം 2000 സ്ക്വയർ ഫീറ്റിന് എബോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇനി തൊട്ട് ഈ ഒരു പെൻഷൻ കിട്ടത്തില്ല. അതായത് നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണ്ണം 2000 സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വീട് ഇരുന്നില്ല വാർത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീടിൻ്റെ ഫ്ലോറിങ് അതുപോലെ തന്നെ റൂഫിങ് എന്തൊക്കെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എന്നൊരു രീതിയിൽ പരിശോധന അവർ നടത്തുന്നതായിരിക്കും. അതും കൂടി അവർ കണക്കിലെടുത്തിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് അവർ തീരുമാനിക്കുന്നത്. അതുമാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ AC ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്താക്കും എന്നൊരു രീതിയിലെ നടപടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 2 ഏക്കറോ അതിനു മുകളിൽ നിങ്ങൾക്ക് പുരയിടം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ തുക ഇനി കിട്ടത്തില്ല. അതായത് ഇപ്പോൾ നമുക്ക് 2 ഏക്കറിന് താഴെയാണ് പുരയിടം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു പെൻഷൻ കിട്ടുള്ളൂ. അതിന് മുകളിൽ നമുക്ക് പുരയിടമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെൻഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അർഹരല്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 4 ചക്ര വാഹനം ഉണ്ടെങ്കിൽ ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്നും അവർ നമ്മളെ പുറത്താക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഏറ്റവും ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വാർഷിക വരുമാനം അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനമാണ്. ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന വ്യക്തി ഇപ്പോൾ സുഖമില്ലാണ്ട് കിടക്കുകയോ അല്ലെങ്കിൽ ആൾക്ക് പ്രത്യേകിച്ച് വരുമാനം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിന് ഒരു വരുമാനം ഉണ്ടായിരിക്കും. ആ ഒരു വരുമാനമാണ് അവരിവിടെ വാർഷിക വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ കുടുംബ വരുമാനം എടുക്കുമ്പോൾ അതിലിപ്പോൾ വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെ ആ ഒരു വരുമാന കാര്യങ്ങളും അവർ കണക്കിലെടുത്തിട്ടാണ് നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതായത് ഒരു പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വരുമാനം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു വാർഷിക വരുമാനം ഉണ്ടായിരിക്കും. ഈ ഒരു വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെ ആണെങ്കിൽ മാത്രമായിരിക്കും നമുക്കിന്ന് തൊട്ട് പെൻഷൻ കിട്ടുള്ളൂ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ വാർഷിക വരുമാനം കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. കാരണം വാർഷിക വരുമാനത്തിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അക്ഷയ മുഖാന്തരമോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ മുഖാന്തരമൊക്കെ നിങ്ങൾക്ക് വാർഷിക വരുമാനത്തിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമാണ് നിങ്ങളുടെ വാർഷിക വരുമാനമാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ കിട്ടുള്ളൂ. 1 ലാഖിന് എബോ ആണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഈ ഒരു പട്ടികയിൽ നിന്നും അവർ പുറത്താക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒത്തിരി പേരോട്ടാണ് ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു പെൻഷന് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്ത് കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് പുനർവെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ ഇൻകം സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയുന്നുണ്ട്. പിന്നെ അല്ലാത്ത ചിലർക്കൊക്കെ അവർക്ക് ഡൗട്ടുള്ളവരുണ്ട്. കാരണം ചിലർക്കൊക്കെ ചിലപ്പോൾ ഇൻകം വരുന്നത് അതായത് ഒരു വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് എബോ ആണെന്നുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കും അവർ നോട്ടിഫിക്കേഷനൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് മെമ്പർ മുഖാന്തരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനിയുള്ള മാസങ്ങളിൽ ഈ ഒരു പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക് യു.